നമ്മുടെ തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വേദഭാഗം ദയവായിട്ട് വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വേദഭാഗം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. സ്തോത്രം. യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ പ്രാരംഭ 4-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ വേദഭാഗം നമുക്ക് അല്പസമയം ധ്യാനിപ്പാനായി കർത്താവ് നമുക്ക് ഇടയാക്കി. തുടർന്ന് ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് സ്നേഹത്തിനുള്ളതാകുന്ന ആഹ്വാനം അപ്പോസ്തലനാകുന്ന യോഹന്നാൻ നൽകുന്നത്. എന്തുകൊണ്ടാണ് സ്നേഹിക്കുക എന്നുള്ളതിനെ യോഹന്നാൻ അപ്പോസ്തലൻ ഇത്ര പ്രാധാന്യതയോടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഈ വേദഭാഗം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ഈ ആഹ്വാനം നൽകുന്നത്. 2-ാം അധ്യായം 7 മുതൽ 11 വരെ സ്നേഹത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞു. 3-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അല്ല, താഴോട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെയും സ്നേഹത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. ഈ 4-ാമത്തെ അധ്യായം 7 മുതൽ 5-ാം അധ്യായം ഏകദേശം 3-ാമത്തെ വാക്യം വരെ ആവർത്തിച്ച് ഒരു വലിയ ഭാഗം സ്നേഹത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുക. വളരെ ദീർഘമാകുന്ന നിലയിൽ ഈ കൊച്ചു ലേഖനത്തിൽ സുദീർഘമായിട്ട് സ്നേഹത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് അപ്പോസ്തലനാകുന്ന യോഹന്നാൻ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചാലും അവിടെയും നമ്മൾ ആവർത്തിച്ച് ഈ കാര്യം കാണുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ച്. നമ്മൾ ഈ കാണുന്ന വേദഭാഗത്ത്, അതായത് 4-7 മുതൽ 5-3 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് 32 പ്രാവശ്യം, അറ്റ്ലീസ്റ്റ് 32 ടൈംസ് സ്നേഹത്തെക്കുറിച്ച് നേരിട്ടോ അല്ലാതെയോ യോഹന്നാൻ പറയുന്നു. ഈ മുഴുവൻ ലേഖനത്തിൽ 43 പ്രാവശ്യം സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യതയോടെ യോഹന്നാൻ ഈ കാര്യം പറയുന്നത്? ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് വേദപുസ്തകത്തിൽ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതീവ പ്രാധാന്യമുള്ള ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സ്നേഹമെന്നുള്ളത് എന്നതിനാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, സ്നേഹമെന്നുള്ളത്
ഇറ്റ് ക്യാൻ ബി കമാൻഡഡ്. സ്നേഹിപ്പാനുള്ള പ്രബോധനം കൽപ്പനയാൽ അല്ലെങ്കിൽ അനുസരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് സ്നേഹത്തെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഈ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഒരു ഇമോഷനല്ല. ഇമോഷണൽ ആസ്പെക്റ്റ് സ്നേഹത്തിനുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. ഒരു വൈകാരിക തലം സ്നേഹത്തിനുണ്ട്. എന്നാൽ സ്നേഹമെന്നുള്ളതിൻ്റെ ബേസിസ് ഒരു വൈകാരിക തലത്തിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമെന്നുള്ളത് ആ ഇമോഷണൽ തലത്തിൽ നിന്നും ഒന്നുകൂടെ ആഴമാകുന്ന കമ്മിറ്റ്മെൻറ്റിനോടുള്ള ബന്ധത്തിലാണ് സ്നേഹത്തെ, അല്ലെങ്കിൽ ഒരു സമർപ്പണത്തോടുള്ള, മനഃപൂർവമായി അതിനുവേണ്ടിയുള്ള താല്പര്യത്തിനൊരു വ്യക്തി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്രിയ എന്ന നിലയിലാണ് വേദപുസ്തകം സ്നേഹത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ലവ് മാരിയേജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മനസ്സിലാകാൻ വേണ്ടി അങ്ങ് പറയാം. ലവ് മാരിയേജ് എന്ന് നമ്മൾ മലയാളികൾ പറഞ്ഞാൽ എന്തുവാ ഉദ്ദേശിക്കുന്നേ? പണ്ട് കാലത്തൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും വേലിത്തലയ്ക്കലോ ഒക്കെ ഒന്ന് കണ്ടു. പലരും ചിരിക്കുന്നു. പിന്നൊടുവിൽ വിവാഹത്തിൽ വന്ന് ഭവിക്കുന്നു. ഈ സിനിമയിലൊക്കെ അതിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്, അതിനെ അങ്ങ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളതിനെ. പിന്നെ ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ, അവർ പിന്നെ സന്തോഷത്തോടെ ദീർഘകാലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ മിക്കതും തീരുന്നത്. പക്ഷെങ്കിൽ അങ്ങനെയുള്ള പലതും, എല്ലാമല്ല പലതും, മറ്റ് നിലകളിൽ ഉള്ളതിനേക്കാളും ഏറെക്കുറെയൊക്കെ വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് ചിലതെങ്കിലും എനിക്കറിയാം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം ട്രൂ ലവ് ആണേ കുഴപ്പമില്ല. പക്ഷെ എവിടെയാ പ്രശ്നം പറ്റിയത്? ഞാൻ ഇന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. പ്രശ്നം പറ്റിയത് മറ്റെങ്ങുമല്ല. സ്നേഹമെന്നുള്ളത് ഒരു ഇമോഷനായിട്ട് മാത്രം കരുതി, കമ്മിറ്റ്മെന്റ് അല്ല. അതുകൊണ്ടാണ് അത് സ്നേഹമല്ല. സത്യത്തിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയും, പക്ഷെ അത് സ്നേഹമല്ല. അതൊരു ഇഷ്ടമെന്ന് വേണേ പറഞ്ഞു, ഒരു താല്പര്യം തോന്നിയാൽ അത് സ്നേഹത്തിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. കാരണം താല്പര്യം തോന്നുന്നത് ചിലപ്പം തൊലിയുടെ വെളുപ്പൊക്കെ കണ്ടിട്ടായിരിക്കാം. പിണങ്ങല്ലേ എന്നോട്? താല്പര്യം തോന്നുന്നതേ തൊലി വെളുപ്പ് കണ്ടിട്ടായിരിക്കാം. ഞാനിങ്ങനെ ബ്ലെൻഡായിട്ട് പറയുന്നത് പിണങ്ങുമോ നിങ്ങൾ എന്നോട്? അല്ലെ മറ്റെന്തെങ്കിലും കണ്ടിട്ടായിരിക്കാം. അതൊരു താല്പര്യം മാത്രമാണ്,
ഒരു ഇമോഷണൽ ആസ്പെക്റ്റേ ഉള്ളതിന്. അത് കുറേ ഈ പായസം കുടിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നും പായസം കുടിക്കുമ്പോൾ എന്തോ തോന്നും, മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്ന് പറഞ്ഞ പോലെ കുറേ കഴിയുമ്പം ഒരു എന്നും പിന്നെ ഒരു സുഖമില്ല. എന്നാൽ സ്നേഹമെന്നുള്ളത് കമ്മിറ്റ്മെൻ്റ് ആണെങ്കിൽ എന്താണെന്നറിയാമോ? അത് ആ തൊലിവെളുപ്പിൻ്റെ പുറമേ കാണുന്നതിൻ്റെ അപ്പുറമായിട്ട് കം വാട്ട് മേ ആ വ്യക്തിയോടുള്ളതാകുന്ന അകമഴിഞ്ഞതാകുന്ന ആ സമർപ്പണവും താല്പര്യവും എന്തു വില കൊടുത്തും ആ വ്യക്തിയെ സ്നേഹിക്കാനുള്ളതാകുന്ന ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ളിൽ വന്നാൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സ്നേഹമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ഇമോഷൻ, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് വിൽ. എന്ന് പറഞ്ഞാൽ ഇഫ് യു വിൽ ടു ലവ് സംബഡി യു ക്യാൻ. ഒന്നുകൂടെ വ്യക്തമാക്കാം. സ്നേഹമെന്നുള്ളത് കേവലം വൈകാരിക തലത്തിൽ മാത്രമുള്ള ഒന്നല്ല. ഒരു വ്യക്തിയെ സ്നേഹിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് കഴിയുന്ന നിലയിലാണ് ദൈവം എന്നെ വയറ് ചെയ്തിരിക്കുന്നത്, എന്നെ പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹിക്കാനുള്ള പ്രബോധനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് വിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ആ വില്ലിൽ മാത്രമുള്ള കാര്യമല്ല, ഇമോഷണൽ ആസ്പെക്റ്റ് സ്നേഹത്തിനുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. എന്നാൽ നാച്ചുറലായിട്ട് നമുക്കുള്ള താല്പര്യം സ്നേഹിക്കാതിരിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സ്നേഹത്തെ ആ വൈകാരിക തലത്തിൽ നിന്നും അല്പം കൂടെ ആഴമായി നമ്മുടെ താല്പര്യത്തോടും നമ്മുടെ മനോഭാവത്തോടും നമ്മുടെ ക്രിയകളോടും ബന്ധിപ്പിച്ചാണ് സ്നേഹത്തെ വേദപുസ്തകം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്നേഹത്തെ എങ്ങനെയാണ് വേദപുസ്തകം ഡിഫൈൻ ചെയ്തേക്കുന്നത്? സ്നേഹത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു സെൻറ്റിമെൻ്റ് അല്ല സ്നേഹം വേദപുസ്തക പ്രകാരം. ഒരു ഫീലിംഗ് അല്ല, ഒരു കേവലം വികാരമല്ല സ്നേഹം. സ്നേഹമെന്നുള്ളത് ആക്ഷനാ, പ്രവൃത്തിയാ സ്നേഹം. സ്നേഹമെന്നുള്ളത് ആറ്റിറ്റ്യൂഡാ, മനോഭാവമാണ് സ്നേഹം. അപ്പോൾ പുറമേയുള്ള സകലതിനും അപ്പുറത്താ സ്നേഹം. പുറമേയുള്ള ചില കാര്യങ്ങളെ കണ്ട് ഇഷ്ടം തോന്നി പിന്നെ അത് ഇഷ്ടമില്ലാതെ വരുമ്പോൾ തീരുന്നതല്ല സ്നേഹം. അതിലുപരിയായി ഒരു വ്യക്തിയോടുള്ളതാകുന്ന സമർപ്പണമാ സ്നേഹം. സമർപ്പണമാ സ്നേഹം. സാക്രിഫിഷ്യലാണ് സ്നേഹം. സാക്രിഫൈസ് ചെയ്യുവാൻ തയ്യാറാകുന്നതാണ് സ്നേഹം. അതായത് സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും നല്ലത് ആഗ്രഹിച്ചിട്ട് ആ വ്യക്തിക്ക് വേണ്ടി സ്വയമായി എന്തും സഹിപ്പാൻ കഴിയുന്ന മനോഭാവവും പ്രവൃത്തിയുമാണ് വേദപുസ്തകം പറയുന്ന സ്നേഹം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇമോഷൻ അല്ല.
ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പരിപാടിയല്ല വേദപുസ്തകത്തിലെ സ്നേഹം. സ്നേഹിക്കപ്പെടുന്നയാളിനോട് ഉള്ള അഗാധമാകുന്ന സ്നേഹനിമിത്തം ആ വ്യക്തിയുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി എന്തും ഏതും സഹിപ്പാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കഴിയുന്ന അനുഭവമാണ് വേദപുസ്തക പ്രകാരമുള്ള സ്നേഹം. അപ്പോൾ അത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വേദപുസ്തകം ആവർത്തിച്ച് പറയുന്നത്. വേദപുസ്തകം എങ്ങനെയാണ് സ്നേഹത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ചില വേദഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് ഏറ്റവും പരിചിതമാകുന്ന ടെക്സ്റ്റാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ ദൈവം ലോകത്തോട് ഐ ലവ് യു എന്ന് പറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനാണോ? അങ്ങനല്ല. പിന്നെ എന്താ അവിടെ എഴുതിയേക്കുന്നത്? നമുക്കറിയാവുന്ന ടെക്സ്റ്റുകളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? നമ്മൾ ഈ പരിചിതമാകുന്ന വാക്യം ആയതുകൊണ്ട് ഈ അർത്ഥം പലപ്പോഴും കാണാറില്ല. അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഒന്ന് വായിച്ചേ. തൻ്റെ ഏകജാതൻ, അത് നിർത്ത് ബ്രദറെ, നിർത്ത്. ഏകജാതൻ, only begotten son. ദൈവത്തിന് ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ, ഏകജാതൻ, only begotten son. അതിൻ്റെ തിയോളജിക്കൽ ആസ്പെക്റ്റ് ഒന്നും പറയാൻ ഇപ്പം നേരമില്ല. അപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കുക: only begotten son, ഏകജാതൻ. ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം എങ്ങനെയാ ലോകത്തിന് മനസ്സിലാക്കി ദൈവം കൊടുത്തത്? അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഫീലിംഗ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമോഷൻ, ഇറ്റ് ഈസ് എ സാക്രിഫൈസ്. ഒരു തോന്നലല്ല, ഒരു വികാരമല്ല, പിന്നെ എന്താ? ഒരു യാഗം. തൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ, സ്നേഹിക്കുന്ന ആളിനെ കുറിച്ചുള്ള ആ സ്നേഹിക്കുന്ന വ്യക്തിയുടെ താല്പര്യം എന്താ? ഇവൻ നശിച്ചു പോകരുത്, ഇവൻ നശിച്ചു പോകരുത്, ഇവൾ നശിച്ചു പോകരുത്, അവൾ നശിച്ചു പോകാതിരിപ്പാൻ, അവൻ നശിച്ചു പോകാതിരിപ്പാൻ ഒരു വഴിയേ ഉള്ളൂ: ഏകജാതനാകുന്ന പുത്രനെ കൊടുത്തേ തീരൂ. അപ്പോൾ ദൈവം സ്നേഹമാകൊണ്ട്, സ്നേഹവാനാകുന്ന ദൈവം സ്നേഹത്തെക്കുറിച്ചുള്ള സംഭാഷണം നൽകുകയല്ല ചെയ്തത്. നാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാനായിട്ട് ഏകജാതനെ തന്നു. അതാ സ്നേഹം. സ്നേഹമെന്നുള്ളത് ഇമോഷൻ അല്ല, സ്നേഹമെന്നുള്ളത് പ്രവൃത്തിയാണ്, യാഗമാക്കുന്ന പ്രവൃത്തി. എന്തിനു വേണ്ടി? സ്നേഹിക്കുന്ന വ്യക്തിയുടെ നന്മയാണ് സ്നേഹിക്കുന്നയാളിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ നാടൻ ഭാഷയെ കാണുന്ന അത് സ്നേഹമല്ലെന്ന്. കാരണം സ്നേഹിക്കപ്പെടുന്ന ആളിൻ്റെ നന്മയല്ല ഉള്ളിലിരിപ്പ്, പിന്നെന്താ? എനിക്കെന്തോ ഇങ്ങോട്ട് കിട്ടുമെന്നുള്ളത്, അത് സ്നേഹമല്ല. മനസ്സിലാവുന്നുണ്ടോ?
അത് സ്നേഹമല്ല. ഇഫ് യു ആർ ട്രൂലി ലവിങ്, ഞാൻ ശരിക്കും സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ താല്പര്യം എനിക്കെന്തോ കിട്ടുമെന്നല്ല, ഞാൻ സ്നേഹിക്കുന്ന ആളിൻ്റെ ഏറ്റവും നല്ലതാണ് എൻ്റെ ഉള്ളിലെ താല്പര്യം. അങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങിയാലോ നമ്മുടെ തിയോളജി മുഴുവൻ മാറും, ഇല്ലേ? ശരിയാകുന്ന തിയോളജിയിലേക്ക് നമ്മൾ വരും. എന്താ? എനിക്കെന്തോ കിട്ടുമെന്നല്ല, ഞാൻ ദൈവത്തിനു വേണ്ടി എന്താകണമെന്നുള്ളതായിരിക്കും എൻ്റെ ചിന്ത. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ സ്നേഹമെന്നുള്ളത് നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നെങ്കിലും വേദപുസ്തകം ഡിഫൈൻ ചെയ്തേക്കുന്നത് അങ്ങനല്ല. നോ, ദൈവം തൻ്റെ ഏകജാതനാകുന്ന പുത്രനെ നൽകാൻ തക്കവണ്ണം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അയ്യോ, അത് പറയുമ്പോഴും അതിൻ്റെ അടുത്ത ഒരു വാചകം തെറ്റായിട്ടങ്ങ് വ്യാഖ്യാനിക്കും. അതെന്തുവാ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അതോടുകൂടി അപ്പം നമ്മുടെ ചിന്ത എന്താ? സ്വന്തം പുത്രനെ ആദരിക്കാതെ ഇങ്ങോട്ട് തന്നു. ഇനിയിപ്പോൾ കാറ് വേണേ കാറ്, ബംഗ്ലാവ് വേണേ ബംഗ്ലാവ്. എൻ്റെ പ്രിയരെ, അതാണോ സ്നേഹം? ദൈവം സ്വന്തം പുത്രനെ സ്പെയർ ചെയ്യാതെ തന്നെങ്കിൽ, ഏറ്റവും വലിയ ദാനം ദൈവം തന്നെങ്കിൽ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ യേശുവിനോടൊപ്പം ഉയർപ്പിച്ചെങ്കിൽ, നമ്മളെ അങ്ങ് കൊണ്ടു ചെന്നെത്തിക്കാൻ അതോടുകൂടെ സകലവും അവൻ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അതാതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മെ സ്നേഹിച്ചു പുത്രനെ തരാൻ ഒരുക്കമായെങ്കിൽ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നിയെങ്കിൽ, ദൈവത്തോട് നിരന്ന ശേഷം കോപത്തിൽ നിന്ന് എത്രയധികമായി രക്ഷിക്കപ്പെടും എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അല്ലാതെ ഇവിടെ കാറ് തരുമെന്നും ബംഗ്ലാവ് തരുമെന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? അതല്ല അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്നേഹമെന്നുള്ളത് വേദപുസ്തകം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് നമ്മൾ കാണണം. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശാപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായം, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 25-ഓ 26-ാമത്തെ വാക്യമാണ്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശാപിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വാക്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. സ്നേഹമെന്നുള്ളത് സാക്രിഫൈസാ. സ്നേഹമെന്നുള്ളത് ആക്ഷനാ, പ്രവൃത്തിയാ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആ കാര്യം കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, അവർ അത്താഴത്തിന് ഇരിക്കുന്ന ആ സന്ദർഭമാണ്. 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് പറയുകയാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. അവിടെ ആ കോണ്ടെക്സ്റ്റിൽ ആ വാക്യമെന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ എന്താ കർത്താവ് പറയുന്നത്? ഞാൻ ഒരു പുതിയ കൽപ്പന തരികയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. എന്നിട്ട് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ.
അപ്പം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് അവരോട് ആ സന്ദർഭത്തിൽ പറഞ്ഞെങ്കിൽ അവർക്ക് മനസ്സിലാകാനുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്ന് സാരം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഓഫ് കോഴ്സ് പിന്നീട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ക്രൂശ. എന്നാൽ ക്രൂശിന് മുൻപുള്ള സംഭവമാണിത്. അവിടെയാ കർത്താവ് ഇത് പറയുന്നേ. അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ യേശു കർത്താവിന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറയുന്നത്. എന്താ അവിടെ സംഭവിച്ചത്? അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ അറിഞ്ഞിട്ട് നോക്കാം, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ യോഹന്നാൻ എന്താ പറയുന്നേ? വായിച്ചെടുത്തത് നോക്കണം. വാക്യത്തിൻ്റെ ഡിഫറൻസ് ഒക്കെ ഇപ്പോഴാണ് ഉള്ളത് നമ്മുടെ വേദപുസ്തകത്തിലാണ്. പണ്ട് അതില്ലായിരുന്നു. ഒന്നിച്ചങ്ങ് ചേർത്ത് വായിച്ചാൽ തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചെന്ന് പറഞ്ഞേച്ച് ഉടനെ എഴുതുന്നത് എന്തുവാ? വായിച്ചു. ആ തോന്നിച്ചിരുന്നു. ആ നമുക്കറിയാം, ആ സംഭവങ്ങളെല്ലാം അറിയാം. എന്നാൽ ആ പശ്ചാത്തലത്തിൽ കർത്താവ് ചെയ്ത ഒരു കാര്യം 4-ാം വാക്യം. ആ ആ ആ ആ ശ്രദ്ധിക്കണം. അപ്പോൾ അവസാനത്തോളം കർത്താവ് ശിഷ്യന്മാരെ സ്നേഹിച്ചു. എന്നിട്ട് പറയാം, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞേച്ച് താൻ ആരാണെന്ന് കർത്താവിന് അറിയായിരുന്നു. അതവിടെ എഴുതിയിട്ടുണ്ട്. എന്താ അറിയാതിനെ? 3-ാം വാക്യം ഒന്ന് വായിച്ചേ. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോഴേ അത് മുഴുവൻ വായിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. ഞാൻ ഒരു വ്യാഖ്യാനവും പറയാതെ അങ്ങോട്ട് പോവുകയാണ്. 3-ാം വാക്യം, പിതാവ് സകലവും നോക്കണം, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. എന്തിനേറെ ഇപ്പോൾ ഒരു സെക്രട്ടറിയോ പ്രസിഡന്റോ ആയാൽ വായു പിടിക്കാൻ വേറെ 2 പേരെ ഞാൻ കൂട്ടും, ഇല്ലേ? പക്ഷെ കർത്താവ് ആരായിരുന്നു? ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് പറയുകയാണ്, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും, പിന്നെ താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു. ശ്രദ്ധിക്കണം, വെറുതെ എഴുതിയേക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. പിതാവ് സകലവും കയ്യിൽ തന്നേക്കുന്നു, പിതാവിൻ്റെ അടുക്കൽ നിന്ന് താൻ വന്നു, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് കർത്താവ് വന്നു, ഇനി പോകുന്നതും അങ്ങോട്ടാണെന്ന് അറിഞ്ഞിരിക്കെ. അടിവരയിടണം, ആ വാക്യത്തിന് അടിവരയിടണം. ഇന്ന് നമ്മൾ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഓർത്തോണ്ടാ സേവിക്കുന്നേ? നാളെ എനിക്ക് ഇവനെ കൊണ്ട് എന്തേലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എന്നാൽ കർത്താവിന് അവിടുന്ന് ആരാണെന്നറിയായിരുന്നു, എവിടുന്ന് വന്നെന്നറിയായിരുന്നു, എങ്ങോട്ട് പോകുന്നെന്നറിയായിരുന്നു. ഒരുത്തൻ്റെ ആവശ്യം കർത്താവിന് ഇല്ലായിരുന്നു. തനാരായിരുന്നെന്നറിയാം, എങ്ങോട്ട് പോകുന്നെന്നറിയാം, എവിടുന്ന് വന്നെന്നറിയാം, എന്തൊക്കെ തൻ്റെ കയ്യിലുണ്ടെന്നറിയാം. ഇതെല്ലാം അറിഞ്ഞിരിക്കെ കർത്താവ് എന്ത് ചെയ്തു? അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, വസ്ത്രമൂരി വെച്ചു. എന്നിട്ട് ശിഷ്യന്മാരുടെ കാല്
ഇത് കാണിച്ചു കൊടുത്തേച്ചാ പറഞ്ഞത്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. ഇപ്പം മനസ്സിലായോ കാര്യം? സ്നേഹമെന്നുള്ളത് സെൻറ്റിമെൻ്റ് അല്ല, സ്നേഹമെന്നുള്ളത് ആക്ഷനാണ്. ആക്ഷനാ സ്നേഹം. ഇത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമായതുകൊണ്ടാണ് പുസ്തകത്തിൽ ഈ കൽപ്പന ആവർത്തിച്ച് പറഞ്ഞേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതാണ് അതിൻ്റെ പ്രാധാന്യത. അനേക വേദഭാഗങ്ങൾ അതിനുള്ള ബന്ധത്തിൽ എനിക്ക് കാണിക്കാനായിട്ടുണ്ട്. എഫേസ്യർ 5:2 ക്രിസ്തുവൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി. അപ്പം ക്രിസ്തു നമ്മളെ സ്നേഹിച്ചപ്പോഴെന്താ ചെയ്തേ? ഐ ലവ് യു എന്ന് പറയുമായിരുന്നോ? അതോ ലവ് ലെറ്റർ എഴുതി കൊടുക്കുകയായിരുന്നോ? ഒരു ലവ് ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്. അത് അന്നത്തേക്ക് മാത്രമുള്ളതല്ല, അതെന്നത്തേക്കും ഉള്ളതല്ല ഈ ലവ് ലെറ്റർ. കർത്താവിനോട് സ്നേഹമുണ്ട്, ഈ ലവ് ലെറ്റർ വായിക്കും, അത് വേറെ വിഷയം. പക്ഷെങ്കിൽ ക്രിസ്തു നമ്മെ സ്നേഹിച്ചപ്പോൾ എന്താ ചെയ്തത്? വായിച്ചേ. ഓ, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ. ഓ, അതുപോലെ സ്നേഹത്തിൽ നടക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹമെന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻ്റ് അല്ല, ഇമോഷൻ അല്ല, അത് പ്രവൃത്തിയാ സ്നേഹം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാ. ഞാനും നിങ്ങൾക്കുമൊക്കെ സ്നേഹിക്കാനല്ല താല്പര്യമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. ഞാൻ എടുത്ത ഭാഗം മുഴുവൻ തീർക്കാനൊന്നും നേരമില്ല. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കും. നമ്മളിപ്പോൾ അവസാനിപ്പിക്കും. ചില സഹോദരിമാരൊക്കെ എന്നോട് പറഞ്ഞു, ഇനി എൻ്റെ അച്ചായൻ ഉറങ്ങുവന്നേ പേരൊന്ന് വിളിച്ചേക്കണേന്ന്. ആദ്യം ഞാൻ ഓർത്ത് വിളിക്കാമെന്ന്, പിന്നെ ഞാൻ ഓർത്ത് ഞാൻ വിളിക്കുകയും ചെയ്യും, ഒടുവിൽ ഇവർ രണ്ടും ഒന്നാകും. അതുകൊണ്ട് വിളിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാനെടുത്ത ആ വേദഭാഗം അതിനോട് എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയെങ്കിൽ മതി. സ്നേഹമെന്നുള്ളത് ഒരു താല്പര്യം മാത്രമല്ല, സ്നേഹമെന്നുള്ളതൊരു വികാരം മാത്രമല്ല, സ്നേഹമെന്നുള്ളത് പ്രവൃത്തിയാണ്. കർത്താവ് നമ്മളെ അങ്ങനെ സ്നേഹിച്ചതെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കണം. കർത്താവേ, അങ്ങനെ എന്നെ ഒന്ന് മാറ്റണമേ, എനിക്കൊരു ഹാർട്ട് സർജറി ആവശ്യമാണ്. അങ്ങേ അതുപോലെ സ്നേഹിപ്പാൻ എനിക്ക് കഴിയണേ. അങ്ങേ ഞാൻ സ്നേഹിക്കുമ്പോൾ പിന്നെ എൻ്റെ സുഖങ്ങളല്ല എനിക്ക് വിഷയം. നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവേ, നരകത്തെ ഭയന്നിട്ടല്ല, അവിടുത്തെ ശിക്ഷയെ പേടിച്ചിട്ടല്ല, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങയുടെ കൽപ്പനകളെ കാക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം ദൈവസന്നിധാനത്തിൽ